ഹായ് ഹലോ വെൽക്കം ടു നീംസ് വ്ലോഗ്സ്. അപ്പം നമ്മൾ നാട്ടിൽ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു ബീച്ചിൽ ഒരു ഔട്ടിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബട്ട് റോഡ് ബീച്ചിലാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ആദ്യമൊക്കെ കോഴിക്കോട് ബീച്ചിൽ മാത്രമായിരുന്നു ഇത്രയും ആൾക്കാർ. എന്നാൽ ഇപ്പോൾ ബട്ട് റോഡ് ബീച്ചും കോഴിക്കോട് ബീച്ചും പോലെ തന്നെ സൺഡേസിലൊക്കെ ഭയങ്കര തിരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ബീച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മഴക്കാലമായപ്പോൾ ഇവിടെ ഇന്നൊരു ദിവസമാണ് കുറച്ച് വെയിലൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ സൺഡേസിൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ പുറത്തിറങ്ങാത്തത്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. മഴ പെയ്തിട്ട് ഈ ഒരു സ്വിമ്മിങ്ങിൻ്റെ ഇതിലൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ കുറച്ച് ഈ ബോൾസ് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് വരും. വെള്ളം നിറഞ്ഞതിൻ്റെ ശേഷമാണ് അതൊക്കെ ഉണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും ഈവനിങ്ങിലാവുമ്പോൾ നമ്മുടെ ബീച്ചിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും കാംനെസ്സും നമുക്ക് വേറെ എവിടെയും കിട്ടില്ലല്ലോ. ബീച്ചിൽ ഈ ഒരു സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടുന്നത് ഈ ഒരു മുട്ട ബജിയാണ്. ഈ ഒരു മുട്ട ബജി അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു സോസ് കിട്ടും, അതും അടിപൊളിയാണ്. ഇവിടുന്ന് ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരതിങ്ങനെ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ഇപ്പം കിട്ടിയത് കാടമുട്ടയാണ്. കാടമുട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആട്ടോ. ഇതിൽ ഈ മസാല വരുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ കഴിച്ചത് മുളക് ബജിയാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കാടമുട്ടയാണ്. ഇതൊന്നും അടുത്ത് വേണം ഓ. കടുക്ക പൊരിച്ചാണ്, കല്ലുമ്മക്കായ പൊരിച്ചാണ്. അടുത്ത ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കല്ലുമ്മക്കായ പൊരിച്ചാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. റൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഇപ്പൊ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ബീച്ചിൽ വന്നാൽ ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ഐറ്റം ആണിത്. ഗ്രീൻ പീസ് നല്ല ചൂടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ മസാലയും ഇത് ഗ്രീൻ പീസിന്റെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഓരോ ഷോപ്പിലും ഓരോ ഡിഫറെന്റ് സ്റ്റൈലിലാട്ടോ ഉണ്ടാക്കിയത്. ഇത് കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട്, അതായത് നമ്മൾ ചുവന്ന മുളക് പൊടി ഇടാതെ ഉണ്ടാക്കിയതാണ്. ഇത് വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഷോപ്പിലും ഡിഫറെന്റ് ടേസ്റ്റിലായിരിക്കും ഉണ്ടാവുക. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാ. ഇവിടെ ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് മേടിക്കാം. പലതും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഫ്രൈ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്താട്ടോ. ഭയങ്കര ക്രിസ്പിയാണ് ഇവിടുത്തെ കോളിഫ്ലവർ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് നമുക്ക് സോസ് തരും അവര്, അല്ലെങ്കിൽ ഒരു വേറൊരു ചട്നി പോലത്തെ സംഭവം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചിട്ട് അതിൽ കൂട്ടി കഴിക്കാം. ഭയങ്കര ക്രിസ്പിയാണത്. നമ്മൾ ലാസ്റ്റായി ട്രൈ ചെയ്യുന്നത് ഉപ്പിലിട്ടതാണ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഫുഡ് അടി നിർത്തുകയാണ്. വിചാരിച്ചു പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും
മാങ്ങയായിരുന്നു ടേസ്റ്റ് ചെയ്ത്, അടിപൊളി ടേസ്റ്റ്. ഞാൻ ട്രൈ ചെയ്യട്ടെ. നെക്സ്റ്റ് ഞാൻ കോണാണ് ട്രൈ ചെയ്തത്. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇതാണ് നമ്മുടെ ബട്ടർവുഡ് ബീച്ചിലുള്ള ഫുഡ് ഐറ്റംസ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കോഴിക്കോട് ബീച്ചിനെ വേറെ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.